മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ വെളിപ്പാട് പുസ്തകവും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവും ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തകളായിരുന്നു തന്നത്. അത് കുറേ എപ്പിസോഡ് ചെയ്തു. അതിലവസാനം പ്രതിഫലവും അതുപോലെ പുതിയ ആകാശവും പുതിയ ഭൂമിയും അതിനുശേഷം നിത്യതയെക്കുറിച്ചുള്ള പ്രവേശനവും ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങളിത് കാണാത്തവർ ഉണ്ടെങ്കിൽ ദയവായിട്ട് ആ എപ്പിസോഡ് പോയി കാണണം. അത് നല്ല പ്രയോജനം ചെയ്യുന്നതാണ്. പല പുസ്തകങ്ങളിൽ നിന്നും അതുപോലെ പലരുടെയും ടീച്ചിങ്ങുകൾ എല്ലാ ഐറ്റംസും അതിനകത്ത് കാൽവിനിസും അർമീനിയസും എല്ലാം ഉൾപ്പെടുത്തി ഉള്ള ഒരു സ്റ്റഡിയാണ് അത് ചെയ്തിരിക്കുന്നത്. അവിടെ നിങ്ങളത് ശ്രദ്ധിക്കുന്നെങ്കിൽ അത് പ്രയോജനമായി തീരും എന്ന് വീണ്ടും ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങളോട് പറയുന്നു. ഇനി അടുത്ത എപ്പിസോഡുകളിൽ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് പിശാചിൻ്റെ പ്രവർത്തനം ക്രിസ്തീയ മേഖലകളിൽ ഏത് രീതിയിലാണ് ചെയ്യുന്നത്, അതിൽ നിന്ന് നമ്മൾ എങ്ങനെ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാം എന്നുള്ളതാണ്. നമുക്ക് അറിയാവുന്നതുപോലെ പിശാചിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പിശാച് ആദ്യം മുതൽ ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ കാണുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാരായിട്ട് ഇരുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആരാധനയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഗ്രൂപ്പ് ഓഫ് ഏഞ്ചൽ, ആ വലിയൊരു ഗ്രൂപ്പായിട്ടുള്ള ആരാധനയ്ക്കുള്ള ഏഞ്ചൽസ്, അവരാണ് പിന്നീട് നമുക്കറിയാം അവരെല്ലാം പൈശാചികമായിട്ടുള്ള ചിന്തകളിലേക്ക് വരികയും ദൈവത്തിൻ്റെ പദ്ധതികളെ തകിടം മറിക്കാനായിട്ട് ഈ ലോകത്തിൽ തന്നെയും അതുപോലെ സ്വർലോകത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം നമുക്കറിയാം. നമ്മൾ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ വരുമ്പോഴുമൊക്കെ പലരും പല രീതിയിൽ പറയാറുണ്ട്. സാത്താനെ പഴി പറയാറുണ്ട്, സാത്താനാണ് എല്ലാം ചെയ്തത് എന്നൊക്കെ പറയാറുണ്ട്. ഒരു പരിധിവരെ സാത്താനിക് ഇൻഫ്ലുവൻസ് ഉണ്ട്, അത് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ലോകത്തിലെ നന്മയും ദൈവീകത്വവും ഉള്ളതുകൊണ്ടാണ് ഈ ലോകം പിടിച്ചു നിൽക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോയത്. ഈ ലോകം മുഴുവൻ സാത്താൻ്റെ അടിമത്തത്തിൽ അല്ലെങ്കിൽ അവൻ്റെ അധികാരത്തിൻ്റെ കീഴിലിരിക്കുന്നുവെങ്കിലും ദൈവമാണ് എല്ലാം കൺട്രോൾ ചെയ്യുകയും പരിപാലിക്കുകയും നടത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ജീവനോട് ഇരിക്കുക തന്നെ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്നേ സാത്താൻ നമ്മളെയൊക്കെ ആക്രമിച്ച് ഇല്ലാതാക്കിയേനെ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ പിശാചിൻ്റെ ചിന്തകളെ, സാധാരണ പിശാചിൻ്റെ കാര്യങ്ങൾ ആരും പഠിപ്പിക്കുന്നതല്ല. അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് ഒരു ചിന്ത ആ രീതിയിൽ നമുക്ക് ചിന്തിക്കണം എന്നുള്ള കാര്യം നമ്മൾ പറയുമ്പോൾ അതിൽ വേറെ തെറ്റിദ്ധരിക്കപ്പെടേണ്ട ഒന്നുമില്ല. അത് ഒരു ക്രിസ്ത്യൻ എന്നുള്ള ഒരു ആംഗിളിൽ അല്ലെങ്കിൽ ഒരു വിശുദ്ധൻ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള ഒരു ആംഗിളിൽ നമ്മളതിനെ എങ്ങനെ അതിജീവിക്കും എന്നുള്ള ചിന്ത, അതാണ് നമ്മളെ ഭരിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് ഇത് പഠിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ ചിന്തകൾ അടുത്ത ഒരു 20-30 എപ്പിസോഡിനകത്ത് ഈ ചിന്തകളായിരിക്കും വരുന്നത്. അത് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും കേൾക്കണം, വാച്ച് ചെയ്യണം. കുറച്ച് 10-15 മിനിറ്റ് സമയം നേരത്തേക്കേ ഉള്ളൂ. എല്ലാ ദിവസവും 9 തൊട്ട് 10 വരെയുള്ള സമയമാണല്ലോ ഇത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഇത് അവൈലബിളായി കിട്ടുന്നത്. ആ സമയത്ത് അത് വെച്ചിരിക്കുന്ന കാര്യം അതിനുശേഷം ഇത് കേട്ട് നിങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും, അതുപോലെ ഇതിനോട് ചേർന്നുള്ള പ്രയർ റിക്വസ്റ്റുകൾ, ചില പ്രയർ റിക്വസ്റ്റ് നിങ്ങളുടെ സ്വന്തമായിരിക്കും. അത് നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും അതിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അത് ദൈവം കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സ്പെസിഫിക്കായിട്ട് അത് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് വേണ്ടി അത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇത് കാണുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യണമേ എന്ന് ആദ്യമേ ഇത് പറഞ്ഞുകൊണ്ട്, മുഖവരയായി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പിശാച്, സേറ്റൻ എന്ന് പറയുന്ന വേർഡ് നമ്മൾ കേൾക്കുമ്പോഴേ നമ്മൾ ലൂസിഫർ എന്നുള്ളൊരു വാക്കിലേക്കാണ് നമ്മുടെ ചിന്ത വരുന്നത്. ലൂസിഫർ എന്നുള്ളൊരു വാക്ക് ശരിക്കും ബൈബിളിൽ അല്ലെങ്കിൽ കിങ് ജെയിംസ് വെർഷനിൽ ആ വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അത് യെശയ്യാവിൻ്റെ പുസ്തകം 14:12 ആ വാക്യം വന്നിരിക്കുന്നത്. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ: ഹൗ ആർട്ട് ഫാളൻ ഫ്രം ഹെവൻ, ഓ ലൂസിഫർ സൺ ഓഫ് മോർണിംഗ്, ഹൗ ആർട്ട് ദൗ കട്ട് ഡൗൺ ടു എർത്ത്, which didst weaken the nation. അരുണോദയപുത്ര ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു, ജാതികളെ താഴ്ത്തിക്കളയുന്നവനെ നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പലപ്പോഴും സാത്താൻ ഓൾറെഡി വെട്ടേറ്റ്
താഴെ വീണുപോയി, ഇനി അവനില്ല എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മളെ ഭരിക്കും. എന്നാൽ ഇതൊരു പ്രൊഫറ്റിക്കായിട്ടുള്ളൊരു കാര്യമാണ്. ഈ അരുണോദയപുത്രനായിട്ടുള്ള ശുക്രൻ അല്ലെങ്കിൽ ലൂസിഫറിന് വെട്ടേറ്റ് വീഴുന്നൊരു സമയമുണ്ട്. വെട്ടേറ്റ് ഇതുവരെയും വീണിട്ടില്ല. അത് കഴിഞ്ഞ വെളിപ്പാട് പുസ്തകത്തിലെ കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട സ്വർഗത്തിലൊരു യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞ ഭാഗമുണ്ട്. അവിടെയാണ് അവന് വെട്ടേറ്റ് താഴെ വീഴുന്നത്. അന്നേരം അവിടെ ആ യുദ്ധത്തിൽ അവനെ വെട്ടുകൊണ്ട് അവനെ താഴെ വീഴുമ്പോൾ എന്നേക്കുമായിട്ട് സ്വർഗം ഉയരം ശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ള. അപ്പോഴും ഞാൻ ഈ യെശയ്യാപ്രവചനം 14:12 തൊട്ടുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അതിനകത്താണ് ബൈബിളിലെ ഒരു റെഫറൻസ് ഈ ലൂസിഫറിനെ കുറിച്ച് അല്ലെങ്കിൽ പിശാചിനെ കുറിച്ച് പറയുന്നത്. ഞാൻ സ്വർഗത്തിൽ കയറും, നിന്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വിൽക്കും, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും, ഞാൻ മേഘോന്നങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്തിനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞ. എന്നാൽ നീ പാതാളത്തിലെ നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും. ഇത് പിശാചിൻ്റെ കുറിച്ച് യെശയ്യാപ്രവചനം 14-ാം അധ്യായത്തിലെ ശരിക്കും ബാബിലോൺ രാജാവിന് എതിരെ ഉള്ളൊരു പ്രവാചകമായിട്ടാണ് വരുന്നത്. എന്നാൽ ഇത് പിശാചിനെക്കുറിച്ച് റെഫർ ചെയ്യുന്നു എന്നുള്ളതാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. 12-ാം വാക്യത്തിൽ അവനെ താഴെ വീണു, ഹി ഫോൾസ് ഫ്രം ഹെവൻ, അവൻ ഉയരത്തിൽ നിന്ന് താഴെ വീണു എന്ന് പറയുന്നു. അത് തന്നെ അതിൻ്റെ വേറൊരു മീനിങ്ങിൽ പറഞ്ഞാൽ ഹി കാസ്റ്റ് ഡൗൺ ടു എർത്ത്, അവനെ അടിച്ച് ഭൂമിയിലേക്ക് ഇറക്കി എന്ന് കാണുന്നു. നേരത്തെ നമ്മൾ സംസാരിച്ചാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 7 പിന്നെയും സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി, മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പം പടവെട്ടി ജയിച്ചില്ലതാനും സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവൻ്റെ ദൂതന്മാരെയും അവനോട് തള്ളിക്കളഞ്ഞു. അതുവരെ സ്വർഗത്തിലും അവൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. ആരുടെ? സാത്താൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവനെയും അവൻ്റെ ദൂതന്മാരെയും സ്വർഗത്തിൽ നിന്ന് യുദ്ധത്തിൽ അവനെ തള്ളി ഭൂമിയിലേക്ക് ഇട്ടു എന്ന് കാണുന്നു. വീണ്ടും യെശയ്യാപ്രവചനം 14-ാം അധ്യായത്തിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു വരുമ്പോഴേ അവിടെ ഇത് കാണുന്നത്, ഈ ഒരു പ്രവാചകൻ ഈ യെശയ്യാപ്രവചനം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നത്. ഹി ഫോൾസ് ഫ്രം ഹെവൻ, അവൻ ഉയരത്തിൽ നിന്ന് താഴെ വീഴുന്നു, അല്ലെങ്കിൽ ഹി ഈസ് കാസ്റ്റ് ഡൗൺ ടു എർത്ത്, അവനെ ഭൂമിയിലേക്ക് തള്ളിക്കളയുന്നു. ആൻഡ് അതോട് തന്നെ ഹി ഡിസ്ട്രോയ്ഡ് ദ നേഷൻ, അവനെ ഭൂമിയെ മുഴുവൻ അല്ലെങ്കിൽ ഈ ലോകത്തെ മുഴുവൻ നശിപ്പിച്ച് കളയുന്നു എന്ന് കാണുന്നു. 13-ാം വാക്യത്തിൽ അവൻ്റെ ഒരു ചിന്തയെക്കുറിച്ചാണ് പറയുന്നത്. അവൻ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് ചിന്തിച്ചു. കാരണം ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ ആ പ്രൈഡാണ് അവിടെ കാണിക്കുന്നത്. അവന് ദൈവത്തേക്കായി ഉപരിയാകുക, ഉന്നത ദിക്കുകൾ അല്ലെങ്കിൽ ഉത്തര ദിക്കിൽ അവൻ്റെ സിംഹാസനം വയ്ക്കും എന്ന് പറഞ്ഞ് സമാപന കൂടാരത്തിൽ ഇരുന്ന് അരുളും എന്നൊക്കെയുള്ള അവൻ്റെ ഒരു പ്രൈഡ് നേച്ചറാണ് അവിടെ കാണുന്നത്. ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാമെന്ന് ചിന്തിച്ചു. 14-ാം വാക്യങ്ങൾ പറയുന്നത് ദൈവത്തെ പോലെയാകും, ഞാൻ അത്യുന്നതനോട് സമനാകും. അവൻ ദൈവത്തോട് സമനാകും എന്ന് ഹൃദയത്തിൽ പറഞ്ഞു. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, സ്വർഗത്തിൽ ഞാൻ അത്യുന്നതനോട് സമനാകും എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ നിഗളിക്കുകയും ഉയരുകയും ചെയ്യുന്നവന് എന്താണ് സംഭവിക്കുന്നത്? എന്നാൽ പാതാളത്തിൻ്റെ നാശകൂപത്തിലേക്ക് നീ വീഴും എന്ന് പറഞ്ഞു. യേശുക്രിസ്തു പറയുന്നുണ്ട്. അതുപോലെ ലൂക്കോസ് 10:18 സാത്താൻ വീഴുന്നു എന്ന് പറയുന്നു. സാത്താൻ്റെ നേരത്തേതുള്ള ആഗ്രഹം ദൈവത്തെ പോലെ ആകുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പവർ ഒക്കുപ്പൈ ചെയ്യുക എന്നുള്ള ചിന്തയാണ്. അവൻ്റെ ആഗ്രഹം സ്വർഗത്തെയും ഭൂമിയെയും സർവ്വലോകത്തെയും ഭരിക്കുക, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുക എന്നുള്ളതാണ്. ഈ ഉൽപ്പത്തി പുസ്തകം 3:5 ഹവ്വയോട് പറഞ്ഞ ഒരു കാര്യമാണ്. അവൻ്റെ ഒരു ചിന്തയാണത്, നീ ദൈവത്തെ പോലെ ആകും എന്നുള്ള ചിന്ത. അത് ഈ സാത്താനെക്കുറിച്ചുള്ള ചില ചിന്തകൾ നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ് വേദപുസ്തകത്തിൽ പിശാചിനെക്കുറിച്ച് പറയുന്ന ചില വാക്യങ്ങൾ, അതിൽ കൂടി നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കും. അവൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നശിപ്പിക്കുക, ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ്. അന്ന് തന്നെ എതിരായിരുന്നല്ലോ. അവൻ്റെ ക്യാരക്ടേഴ്സ് ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അവൻ്റെ
കാര്യങ്ങൾ. അന്നേരം ഇത് നമ്മൾ ഓരോ വാക്യങ്ങൾ എടുത്തത് പറയുമ്പോൾ അത് കുറച്ച് നമുക്ക് മനസ്സിലാവും. നമുക്കറിയാം, ഒരു പഴയ പുസ്തകമായ ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലെ സാത്താന് ഇയ്യോബിനെ നശിപ്പിക്കാനായിട്ട് തീരുമാനിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുന്ന കാര്യം, ഇയ്യോബ് 1:12 തൊട്ടുള്ള വാക്യങ്ങളിൽ സാത്താന് നശിപ്പിക്കാൻ ഉള്ള പെർമിഷൻ അവൻ ദൈവത്തിൽ നിന്ന് എടുത്തിട്ട് ദൈവം സാത്താനെ പെർമിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, വേറെ രീതിയിൽ പറഞ്ഞാൽ സാത്താൻ അവിടെ വന്നിട്ട്, കാരണം അതെല്ലാം ഒരു നമ്മുടെ മുമ്പിൽ നിഴലായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. നശിപ്പിക്കാനായിട്ടുള്ള ഒരു ദൈവത്തിൽ നിന്നുള്ള ഒരു പെർമിഷൻ വാങ്ങിച്ചിട്ട് സാത്താൻ ചെയ്യുന്നു. അതിന് സാത്താൻ ഭയങ്കര ബുദ്ധിമാനാണ്. അവൻ ദൈവവുമായിട്ട് അവിടെ ഡിബേറ്റ് ചെയ്യുകയാണ്. അവനെ വെറുതെ യഹോഭക്തനായിരിക്കുന്നത് നിൻ്റെ പ്രൊട്ടക്ഷൻ കൊണ്ടാണ് അവൻ യഹോഭക്തനായിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവഭക്തനായിരിക്കുന്നത്. എന്നാൽ നീ അവനെ ഒന്ന് പരീക്ഷിച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞ് സാത്താൻ പരീക്ഷകനായിട്ട് പരീക്ഷിക്കുന്ന ഒരു സാത്താനെ നമുക്കവിടെ കാണാം. അത് പൂർണ്ണമാവുന്ന ഇയ്യോബ് 2 ആയി കഴിയുമ്പോഴത്തേക്ക്, 2-ാം അധ്യായത്തിലേക്ക് ആയി കഴിയുമ്പോഴത്തേക്ക് 2:7 സാത്താന് യഹോവയുടെ സന്നിധിയിൽ വിട്ട് പുറപ്പെട്ട് ഇയ്യോബിൻ്റെ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു എന്നൊക്കെ പറഞ്ഞ ഭാഗങ്ങൾ നമ്മൾ കാണാം. അല്ല, സാത്താൻ ഇയ്യോബിനെ പരീക്ഷിക്കുന്ന ഒരു കാര്യമാണ് അവിടെ കാണുന്നത്. അതിന് പിശാച് നശിപ്പിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ആളാണ് എന്നുള്ളൊരു ക്യാരക്ടർ, അവൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. എപ്പോഴും നമ്മളെ നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് നമുക്ക് ഓഫർ ചെയ്യും. അതിൽ നമ്മൾ കെണിയിൽ വീണതിന് ശേഷം അവസാനം അത് ഡീഗ്രേഡ് ചെയ്ത് അതിൽ പറയാം, ബിരിയാണിയിൽ സ്റ്റാർട്ട് ചെയ്ത് പച്ചവെള്ളത്തിൽ അവസാനിപ്പിക്കുമെന്ന് പറയുന്ന പോലെ ഏറ്റവും നല്ലത് ഓഫർ ചെയ്ത് അവസാനം ഏറ്റവും നശിപ്പിച്ച് കളയുന്ന ഡിസ്ട്രക്ഷൻ ആണ്. അവൻ വെളിച്ച ദൂതനാണ് എന്നാണ് 2 കൊരിന്ത്യർ 11:14 പറയുന്നത്. 2 കൊരിന്ത്യർ 11:14 സാത്താൻ താനും വെളിച്ച ദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. അപ്പോൾ ആളെ വഞ്ചിക്കുക, ചതിക്കുക എന്നുള്ള അവൻ്റെ വലിയൊരു മോട്ടീവാണ്. അത് വഞ്ചിച്ചത് നമ്മൾ വിചാരിക്കും വഞ്ചന ആരംഭിച്ചത് ഔവായിലാണ്. അല്ല, ഔവായിലല്ല, അതിനു മുമ്പ് തന്നെ അവൻ വഞ്ചന ആരംഭിച്ചു. സ്വർഗത്തിൽ ഉള്ള സമയത്ത് തന്നെ അവൻ വഞ്ചന ആരംഭിച്ചതായിട്ട് കാണും. അവനെ ആദ്യം വഞ്ചിച്ചത് ദൂതന്മാരെ വഞ്ചിച്ചു. വെളിപ്പാട് പുസ്തകം 12:4 അവൻ്റെ വാല് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ദൂതന്മാർക്ക് നക്ഷത്രങ്ങൾ എന്ന് പേരെന്ന് ഇയ്യോബിൻ്റെ പുസ്തകം 38:6 പ്രതിപാദിക്കുന്നു. ഈ വെളിച്ച ദൂതന്മാരെ 3-1 അവൻ തെറ്റിച്ചുകൊണ്ടുവരുന്നു എന്ന് കാണുന്നു. യെശയ്യാ 9:15 അതുപോലെ ഇയ്യോബ് 38:6 ഒക്കെ തന്നെ അവൻ്റെ വാലാലെ കുറേ ദൂതന്മാരെ, 3-1 ദൂതന്മാരെ അവൻ ഉയരത്തിൽ നിന്ന് തെറ്റിച്ചുകൊണ്ട് വന്നു. വേറെ രീതിയിൽ പറഞ്ഞാൽ ദൂതന്മാർ വിശ്വസിച്ചു. ഈ യവൻ്റെ പുറകെ എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ പുറകെ ഇറങ്ങിപ്പുറപ്പെട്ടു. പിന്നീടാണ് അവർക്ക് മനസ്സിലായി അവരും ചതിക്കപ്പെട്ടു എന്നുള്ളത്. അതിന് ഹവ്വായെ ചതിക്കുന്നതിന് മുമ്പ് തന്നെ ദൂതന്മാരെ അവൻ ചതിച്ചു, കുറേ ആളുകളെ തെറ്റിച്ചുകൊണ്ട് വന്നു. ഈ ദൂതന്മാരെയൊക്കെ ഫോളൻ ഏഞ്ചൽസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ ദൂതന്മാരെ കുറിച്ചാണ്. ഇന്നും കള്ളപ്രവാചകന്മാർ ഇതുപോലെ ജനങ്ങളെ വലിച്ചു കൂട്ടുകയാണ്. ഒരുപാട് അസത്യം പറഞ്ഞിട്ട് വലിച്ചു കൂട്ടുകയാണ്. യോഹന്നാൻ 8:44 യവനെക്കുറിച്ച് യവൻ ഫോഷ്ക്ക് പറയുന്നവരും അപ്പനുമാവുന്നു എന്നുള്ള. അതിൽ ഫോഷ്ക്ക് പറയാനായിട്ട് നേരത്തെ അവൻ പഠിച്ചതാണ്. അവൻ അതിൻ്റെ ബേസിക്കായിട്ട് അവനിലുണ്ട് എന്നുള്ള. മർക്കോസ് 9:25 അൺക്ലീൻ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം പറയുന്നുണ്ട്. ഈ അൺക്ലീൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞ് മർക്കോസ് 9:25 കാണുന്നു, അശുദ്ധാത്മാവിനെ യേശു ശാസിക്കുന്നു. അതിനകത്ത് പറയുന്നു, ഊമനും ചെകിടനുമായ ആത്മാവേ ഇവനെ വിട്ടുപോകും, ഇവനിൽ കടക്കരുത് എന്ന് കൽപ്പിക്കുന്നു. ഒരു അൺക്ലീൻ സ്പിരിറ്റ്. വീണ്ടും നമ്മൾ ഇവനെക്കുറിച്ച് ചിന്തിക്കുന്ന പഴയ നിയമത്തിൽ നിന്ന് എസ്കേലിൻ്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ ശരിക്കും ആരായിരുന്നു ഈ ലൂസിഫർ, നേരത്തെ ആരായിരുന്നു എന്നുള്ള ഒരു ചിന്ത അതിനകത്തുണ്ട്. നമ്മൾ ചിന്തിക്കുമ്പോൾ 12-ാം വാക്യം തൊട്ട് 19-ാം വാക്യം വരെ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇത് ഇന്ന് തീർന്നില്ലെങ്കിൽ അടുത്ത ദിവസം ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതാണ്.
ജനറലായിട്ടുള്ള കാര്യമാണല്ലോ പറയുന്നത്. നമ്മളിത് ശ്രദ്ധയോടുകൂടി ഇരിക്കുക. മനുഷ്യപുത്ര, നീ സോർ രാജാവിനെക്കുറിച്ചൊരു വിലാപം അവനോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. നീ മാതൃകാ മുദ്രയാവുന്നു, ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. നീ നിന്റെ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്യരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും കൊണ്ട് നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടാകങ്ങളും കൂടുകളും പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ പർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാവ സാഹസം കൊണ്ട് നിറഞ്ഞ് നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്ന് എണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവത്തിൽ അലച്ചു. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ടുകളഞ്ഞു. ഇനിയും താഴോട്ടുള്ള വാക്യങ്ങളിലെ 19 വരെയുള്ള വാക്യങ്ങൾ. നിന്റെ അകൃത്യ ബാഹുല്യം കൊണ്ടും നിന്റെ വ്യാപാരത്തിൻ്റെ നീതിയുടെ കൊണ്ടും നീ നിന്റെ വിശുദ്ധ മന്ദിരങ്ങളെ അശുദ്ധമാക്കി. അതുകൊണ്ട് ഞാൻ നിന്റെ നടുവിൽ നിന്ന് ഒരു തീ പുറപ്പെടുവിക്കുക, നിന്നെ ദഹിപ്പിച്ചു കളയും. നിന്നെ കാണുന്ന ഏവരുടെയും മുന്നിൽ ഞാൻ നിന്നെ നിലത്തെ ഭസ്മമാക്കി കളയും. ജാതികളിൽ നിന്ന് അറിയുന്നവരെല്ലാവരും നിന്നെ കണ്ട് സ്തംഭിച്ചു പോകും. നിനക്ക് ശീഘ്രനാശം ഭവിച്ചിട്ട് നീ സദാകാലത്തേക്കും ഇല്ലാതെയാവും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ജ്ഞാനസമ്പൂർണനായ സൗന്ദര്യ സമ്പൂർണനായ ഒരു കെരൂബിനെ കുറിച്ചാണ് കാണുന്നത്. അവനെ തോട്ടത്തിൽ ഏദനിലാക്കിയിരുന്നു എന്ന് നമ്മൾ പറയുന്നു. അത് ഏദനിലായിരുന്നു അവൻ്റെ പാർപ്പിടം. അവന് അവന് സൗന്ദര്യപൂർണനായിരുന്നു, ജ്ഞാനസമ്പൂർണനായിരുന്നു. വേറെ രീതിയിൽ പറഞ്ഞാൽ വർഷിപ്പ് ടീമിൻ്റെ ലീഡറായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രത്യേകിച്ച് എന്നെ കേട്ടു ആരെങ്കിലും ഈ വർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ വീഴാനുള്ള സാധ്യത ഒരുപാട് നിങ്ങൾക്കുണ്ട് എന്ന് ഓർത്തുള്ളത്. അത് വേറൊന്നുമല്ല, ഒരു തമാശയ്ക്ക് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും ശരിക്കും ദൈവത്തെ ആരാധിക്കുന്ന ടീമിലെ ഏറ്റവും കൂടുതൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്ന ഈ കെരൂബ്, അവൻ്റെ തേജസ് അവനെ നഷ്ടപ്പെട്ടു വന്നു. കാരണം അവൻ നിഗളിച്ചു പോയി എന്നുള്ളത്. അവനെ എന്ന് പറയുന്നത് താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്യരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ മുത്തുകളും രക്തം കൊണ്ടും അവനെ മൂടിയിരുന്നു. എന്നിട്ട് എന്തോ സൗന്ദര്യപരമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. അതെല്ലാം പൊന്നുകൊണ്ട് നിർമ്മിച്ച അവൻ്റെ വീണ അല്ലെങ്കിൽ അവൻ്റെ കമ്പികൾ കൂടി അവനെ ശ്രുതിമധുരമായ പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. അവൻ്റെ കൂടെ വലിയൊരു ഗ്രൂപ്പ് ഓഫ് ഏഞ്ചൽസ് ഉണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ അന്ധകാരത്തിലേക്ക് മാറി, അല്ലെങ്കിൽ അവൻ്റെ തേജസ് നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ബൈബിളിൽ പറയുന്നു. അവൻ്റെ തേജസ് മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അവൻ്റെ ജ്ഞാനം നഷ്ടപ്പെട്ടിട്ടില്ല. അവൻ ജ്ഞാനസമ്പൂർണനാണ്. അതുകൊണ്ടാണ് ഇന്നും പിശാച് ലോകത്തെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പേ, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പേ, നമ്മൾ ഏത് രീതിയിൽ പോകുന്ന അവൻ മനസ്സിലാക്കി അതിന് മുമ്പേ ഒരു കോല് മുമ്പേ എറിയുന്ന പിശാച്. അതുകൊണ്ടാണ് നമ്മൾ സൂക്ഷ്മതയോട് ജീവിക്കണം എന്ന് പറയുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതം, നമ്മുടെ പ്രവർത്തന മേഖലകളിലെല്ലാം തന്നെ പിശാച് കൊട്ടിക്കളയാൻ വരുമ്പോഴേ ദൈവവചനത്തിലും ദൈവത്തിലും നമ്മൾ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ സൂക്ഷ്മതയോട് ജീവിച്ചാലേ നമ്മൾ ഇതിൽ നിന്നെല്ലാം സക്സസ്ഫുള്ളായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് പറ്റും. ഇപ്പോഴും നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ദൈവം നമ്മളെ വീണ്ടെടുക്കാനായിട്ട് യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. അതിൽ കൂടി നമുക്കൊരു വീണ്ടെടുപ്പും രക്ഷയും നമുക്ക് തന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് കുറച്ചും കൂടി ശക്തിമത്തായി നമുക്ക് എതിർത്ത് നിൽക്കാനുള്ള എല്ലാ ശക്തിയും യേശുക്രിസ്തുവിൽ കൂടി നമ്മളെ സ്വായത്തമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ മറന്നു പോരുന്നു. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞത്, പിശാചിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞത്. അത് ഇനിയും അടുത്തൊരു എപ്പിസോഡ് കഴിയുമ്പോൾ ഇൻട്രൊഡക്ഷൻ തീരുള്ളൂ. അപ്പോഴേ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ പിശാചിൻ്റെ പിടിയിലകപ്പെട്ടു പോകാതിരിപ്പാൻ നമ്മളെ തന്നെ ശോധനയെയും നമ്മളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഇത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെയുള്ള ഈ എപ്പിസോഡുകൾ നമ്മൾ പറയും. എന്നാൽ പലരും വിചാരിക്കുന്ന യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പിശാചിനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിശാചിൽ നിന്ന് രക്ഷ പ്രാപിക്കും. അങ്ങനെയല്ല.
രക്ഷ പ്രാപിക്കും, ഇല്ലെന്നൊന്നും പറയുന്നില്ല, ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ അവൻ്റെ ശക്തി ഇല്ലാതെ ആയിട്ടില്ല എന്ന് നമ്മൾ മറന്നുപോയി. അവൻ്റെ തേജസ് മാത്രമേ ഇല്ലാതെ പോയുള്ളൂ. അവൻ്റെ ജ്ഞാനസമ്പൂർണനാണ്, സൗന്ദര്യ സമ്പൂർണനാണ്. അതാണ് ഇവിടെ വായിച്ചത്. എന്നാൽ അവൻ ശപിക്കപ്പെട്ടവനായി. അവൻ്റെ പാർപ്പിടമായിരുന്ന ഏദൻ അവൻ ശപിക്കപ്പെട്ടു പോയി. അങ്ങനെ ആ ഭൂമി ശപിക്കപ്പെട്ടു. അതാണ് ഭൂമി പാഴായും ശൂന്യമായിരുന്നത് എന്ന് കാണുന്നു. നമുക്ക് തുടർന്ന് ചിന്തിക്കാം. നിങ്ങളിത് വാച്ച് ചെയ്യണം. എല്ലാ ദിവസവും 9 തൊട്ട് 10 വരെ സമയമുണ്ടല്ലോ, നിങ്ങളിത് വാച്ച് ചെയ്യണം. തീർച്ചയായും ഇന്നത്തെ ചിന്തകൾ ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞാണ്. തുടർന്ന് ഇത് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ സമയത്ത് നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പിശാച് ഈ ലോകത്തിലേക്ക് പ്രവേശിച്ചതും അതെങ്ങനെയാണ് അത് വന്നതെന്നും ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ അത് എങ്ങനെ ആയിത്തീർന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ ചിന്തിക്കുന്നത്. അത് തുടർമാനമായി ചിന്തിപ്പാനും കർത്താവെ അതിൽ നിന്നൊക്കെ ജയമെടുക്കുവാനും ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ. പലപ്പോഴും കർത്താവെ, പൈശാചിക ശക്തികളെ വെല്ലുവാനുള്ള, അതിനെ ജയിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് വന്നിട്ടും പലപ്പോഴും ഞങ്ങൾ പല പാപങ്ങൾക്ക് അടിമയായി ഇന്നും ജീവിക്കുന്നു. കർത്താവെ, ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെ ആരെങ്കിലും ജീവിതത്തിലെ മുറുകെ പറ്റുന്ന പാപങ്ങളുമായി ബൈൻഡ് ചെയ്ത് ഇരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രികാലം യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നുള്ള പ്രോമിസിലെ ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്നോട് ചേർന്ന് ഹൃദയഭാരത്തോട് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും കർത്താവെ റിപ്പൻറ്റ് ചെയ്തിട്ടും വീണ്ടും വിട്ടുമാറാൻ നിൽക്കുന്ന പാപങ്ങളെ ഇന്ന് രാത്രിക്കാലം അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, നിൻ്റെ കൃപയിൽ ജീവിപ്പാനായിട്ട് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ രോഗികളായി പ്രയാസങ്ങളിലിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നേർവ്സിൻ്റെ ചില പ്രയാസങ്ങളുമുണ്ട്. ശരീരത്തിൻ്റെ പല അവയവങ്ങളും അനക്കാൻ വയ്യാതെ വേദനയിലിരിക്കുന്ന ചില വ്യക്തികളെ യേശുക്രിസ്തുവിനെ സൗഖ്യമാക്കുന്നു. ആ ഞരമ്പുകളിലൊക്കെ രക്തോട്ടം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെയെങ്കിലുമൊക്കെ കർത്താവെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് അതെല്ലാം മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമോ നീരും വേദനയും എല്ലാം യേശുവിൻ്റെ നാമത്തിൽ അതിനെ വിട്ടുപോകും. കാലൊന്നും അനക്കാതിരിക്കുന്നതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം മാറിപ്പോകും. ദൈവം വലിയ വിടുതലും ശക്തിയും ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കൊണ്ടുതരും. ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കൂ. ദൈവമേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം അനുഗ്രഹിക്കണമേ. അവർക്ക് വേണ്ടതായിട്ടുള്ള വിടുതലുകളെ അയക്കണമേ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. എല്ലാ ദിവസവും 9:30 മണിക്ക് ഇത് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ വരുന്നതാണ്. ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇത് റെഗുലറായിട്ട് കിട്ടാനായിട്ട്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യണം. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ ഞങ്ങളെ പ്രാർത്ഥിക്കുന്ന ഒരു ടീമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ അതനുസരിച്ച് ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.